നമ്മുടെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക വനിതകളുടെ 5ാം T20 മത്സരത്തിൽ ഒരു സാധാരണ ഗെയിമിനേക്കാൾ ഏറെ ഒരു പ്രാധാന്യമുള്ളതായിരുന്നു. പരമ്പരയിലെ അവസാന മത്സരം എന്ന നിലയിൽ ടീമുകളുടെ ഒരു ബെഞ്ച് സ്ട്രെങ്ത്, യുവതാരങ്ങളുടെ ഒരു ആത്മവിശ്വാസം, ക്യാപ്റ്റന്മാരുടെ തീരുമാനം എന്നിവയെല്ലാം പരീക്ഷിക്കപ്പെട്ട വേദി. കാരണം ഇന്ത്യക്ക് പരീക്ഷിക്കാൻ ഏറെ ഉണ്ടായിരുന്നു. കാരണം 4 മത്സരം ജയിച്ചതാണ്. ടോസ് നേടി ബൗളിംഗ് തെരഞ്ഞെടുത്ത ശ്രീലങ്ക രാത്രിയിലെ ഒരു ഈർപ്പം ഒരു ഫാക്ടർ കണക്കിലെടുത്താണ് ഒരു ബൗൾ ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തത്. എന്നാൽ മത്സരം പുരോഗമിച്ചപ്പോൾ ആ ഒരു തീരുമാനത്തിന്റെ തിരിച്ചടി വ്യക്തമായി കാണാനായി. ഇന്ത്യയുടെ ആ ഒരു തുടക്കത്താളക്കേട് ഇന്ത്യൻ ഇന്നിങ്സ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ശക്തമായ തുടക്കമല്ല നേടിയത്. ആക്രമണ ബാറ്റിങ്ങിന് പേരുകേട്ട ഷെഫാലി വർമ്മ വെറും 5 റൺസിന് പുറത്തായി. അതോടുകൂടി പവർ പ്ലേയിൽ തന്നെ ഒരു ഇന്ത്യക്ക് സമ്മർദ്ദമുണ്ടായി. ജി കാമലിനെയും ഹർലീൻ ഡിയോളും താളം കണ്ടെത്തുന്നതിന് മുമ്പേ മടങ്ങിയത് ഇന്ത്യയെ 41 റൺസിന് 3 എന്നൊരു നിലയിലേക്ക് തള്ളിവിട്ടു. ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ ആശങ്ക ഉയർന്നിട്ടുണ്ടാവും. കാരണം ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്ത് പരമ്പര സ്വന്തമാക്കണമെന്ന് തന്നെയാണ് വിചാരിച്ചത്. കാരണം മുൻ മത്സരങ്ങളിൽ സ്ഥിരത നൽകിയ ടോപ്പ് ഓർഡർ ഇവിടെ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഹർമൻപ്രീത് കൗർ ക്യാപ്റ്റന്റെ ഇന്നിങ്സ് ഈ ഒരു ഘട്ടത്തിലാണ് എടുത്തു പറയേണ്ടത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ തന്റെ യഥാർത്ഥ മൂല്യം തെളിയിച്ചത് ഈ ഒരു കളിയിലാണ്. റിസ്ക് എടുക്കാതെ ഇന്നിങ്സ് കെട്ടിപ്പടുക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ആദ്യ 15-20 പന്തുകൾ വളരെ സൂക്ഷ്മമായി കളിച്ച ഹർമൻപ്രീത് പിന്നീട് ബൗളർമാരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തു. 43 പന്തിൽ 68 റൺസ് നേടിയ അവരുടെ ഇന്നിങ്സ് ഒരു സ്ട്രൈക്ക് റൊട്ടേഷനും ബൗണ്ടറി സെലക്ഷനും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന ഒരു വണ്ടർഫുൾ ഇന്നിങ്സ് എന്ന് തന്നെ വേണം പറയാൻ. മധ്യ ഓവറുകളിലെ കൂട്ടുകെട്ടുകൾ റിച്ച ഘോഷ്, ദീപ്തി ശർമ്മ എന്നിവർ വലിയ സംഭാവന നൽകാൻ സാധിക്കാത്തതും അവർ ഹർമൻപ്രീത് കൗറിന് ഒപ്പം കുറച്ചു സമയം ക്രീസിൽ നിന്നത് ഒരു ഇന്നിങ്സിൽ സ്ഥിരത നൽകിയെന്ന് വേണമെങ്കിൽ മാത്രം പറയാം. അതിനു ശേഷം അമൻജോത് കൗറുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു 61 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് മത്സരത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ഘട്ടത്തിൽ റൺ റേറ്റ് ഉയർത്തുകയും ബൗളർമാരെ പ്രതിരോധത്തിലാഴ്ത്തുകയും ചെയ്തു. ആ ഒരു കളിയാണ് ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഡെത്ത് ഓവറുകളിലെ അരുന്ധതി റെഡ്ഡിയുടെ ഇമ്പാക്ട് അത് പറയാതെ വയ്യ. അവസാന ഓവറുകളിൽ അരുന്ധതി റെഡ്ഡി നടത്തിയ ആ ഒരു ബാറ്റിംഗ് പൂർണ്ണമായും മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി. വെറും 11 പന്തിൽ 27 റൺസ്, 245-ലധികം സ്ട്രൈക്ക് റേറ്റിൽ നേടിയ അവരുടെ ഇന്നിങ്സ് ഇന്ത്യയെ ഒരു ശരാശരി സ്കോറിൽ നിന്ന് ഒരു വിജയ സ്കോറിലേക്ക് ഉയർത്തി. ഡെത്ത് ഓവറുകളിൽ ഫീൽഡിംഗ് നിയന്ത്രണങ്ങൾ ഉപയോഗിച്ച് അവർ കളിച്ച ആ ഒരു ഷോട്ടുകൾ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഡെപ്ത് എത്രത്തോളം ശക്തമാണ് എന്നാണ് കാണിച്ചത്. ആ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ഒരു സ്കോറിലേക്ക് എത്തില്ലായിരുന്നു. ശ്രീലങ്കയുടെ മറുപടി ഒരു മികച്ച തുടക്കം. 175 റൺസ് പിന്തുടർന്നിറങ്ങിയ ശ്രീലങ്കയ്ക്ക് ഒരു മികച്ച തുടക്കമാണ് ലഭിച്ചത്. ഹസിനി പെരേര ആത്മവിശ്വാസത്തോടെ ബാറ്റ് വീശുകയും ഇന്ത്യൻ ബൗളർമാരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. പവർ പ്ലേയിൽ 48 റൺസ് എന്നൊരു സ്കോർ ലക്ഷ്യം കൈവശത്തുണ്ടെന്നൊരു സൂചനയായിരുന്നു ആ ഒരു സ്കോർ അടിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ചിലപ്പോൾ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ലക്ഷ്യമാണ് തോന്നി. ചമരി അത്തുപത്ത് വേഗത്തിൽ പുറത്തായെങ്കിലും ഹസീനിയും ഇമേഷ ദുലാനിയും ചേർന്ന് ഒരു ഇന്നിങ്സ് മുന്നോട്ട് നയിച്ചു. നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. മത്സരത്തിൽ ശ്രീലങ്ക പിടിമുറുക്കിയ ഘട്ടം മധ്യ ഓവറുകൾ ഇമേഷ ദുലാനിയുടെ അർദ്ധ സെഞ്ചുറി ശ്രീലങ്കയെ ഒരു ശക്തമായ സ്ഥാനത്തേക്ക് എത്തിച്ചു. 12-14 ഓവറുകൾക്കിടയിൽ റൺ റേറ്റ് ഇന്ത്യക്ക് ഒരു ആശങ്കയുണ്ടാക്കുന്ന നിലയിൽ തന്നെയായിരുന്നു. മത്സരം കണ്ടവർക്ക് കൃത്യമായി മനസ്സിലാവും. ഈ ഒരു ഘട്ടത്തിൽ വലിയ ഒരു ഓവർ ലഭിച്ചിരുന്നെങ്കിൽ, അതായത് മികച്ചൊരു റൺ ശ്രീലങ്കയ്ക്ക് ലഭിച്ചിരുന്നെങ്കിൽ മത്സരം ശ്രീലങ്കയുടെ ഒരു കൈവശത്തേക്ക് പോകുമായിരുന്നു. ഇന്ത്യയുടെ ബൗളിംഗ് കംബാക്ക് ഇവിടെയാണ് എന്താണ് പറയേണ്ടത്. ഇന്ത്യയുടെ അനുഭവ സമ്പത്തുള്ള ബൗളർമാർ മത്സരത്തിലേക്ക് ഒരു തിരിച്ചെത്തിയ ദീപ്തി ശർമ്മയുടെ കൃത്യമായ ലെങ്ത്, സ്നേഹ റാണയുടെ ടൈറ്റ് ലൈനുകൾ, വൈഷ്ണവി ശർമ്മയുടെ ഒരു നിർണായക ഒരു വിക്കറ്റ്, ഇവയെല്ലാം ചേർന്ന് റൺ ഫ്ലോ തടഞ്ഞു. ആ ഒരു തുടർച്ചയായിട്ട് വീണ വിക്കറ്റുകൾ ശ്രീലങ്കയുടെ മൊമെന്റം, അവരുടെ ആ ഒരു ഡോമിനൻസിലേക്ക് വന്നത് പൂർണ്ണമായും ഇല്ലാതാക്കി. ഡെത്ത് ഓവറുകളിലെ സമ്മർദ്ദം, അവസാന 4 ഓവറുകളിൽ ആവശ്യമായ റൺ റേറ്റ് 10 കടന്നതോടെ ശ്രീലങ്കൻ ബാറ്റർമാർ ഈ ഷോട്ട് കളിക്കാൻ നിർബന്ധിതമായി വലിയ ഷോട്ടുകൾ തേടി. എന്നാൽ ഇന്ത്യൻ ഫീൽഡിംഗ്, പ്രത്യേകിച്ച് ഹർമൻപ്രീതിന്റെ ആ ഒരു നേതൃത്വത്തിലുള്ള ഫീൽഡ് സെറ്റിങ്ങുകൾ കളി കണ്ടവർക്ക് കൃത്യമായി മനസ്സിലാകും. ഇന്ത്യ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. റൺഔട്ടും കൃത്യമായ ക്യാച്ചുകളും മത്സരത്തിന്റെ ഫലം കൃത്യമായി ഉറപ്പിച്ചു. മൊത്തം മത്സരത്തെ വിലയിരുത്തിയാൽ ഈ ഒരു മത്സരം ഇന്ത്യയുടെ
ടീം ഡെപ്തിന്റെ, ഒരു മാനസിക കരുത്തിന്റെയും, അതായത് ഒരു ടീമിന്റെ ആ ഒരു ആഴത്തിന്റെയും മാനസിക കരുത്തിന്റെയും കൃത്യമായ ഉദാഹരണമായിരുന്നു. ടോപ്പ് ഓർഡർ പരാജയപ്പെട്ടിട്ടും മിഡിൽ ഓർഡറും ലോവർ ഓർഡറും ചേർന്ന് സ്കോർ ഉയർത്തി. ബൗളിംഗ് വിഭാഗത്തിൽ ആരും തന്നെ അതിവിശേഷ പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിലും എല്ലാവരും ചേർന്ന് സ്വന്തം ഉത്തരവാദിത്തം, ഒരു കൂട്ടായ ഉത്തരവാദിത്തം പങ്കിട്ടുകൊണ്ട് ഇന്ത്യക്ക് 15 റൺസിന്റെ വിജയം സാധ്യമാക്കി. ഇത് ഭാവിയിലോട്ടുള്ള മത്സരങ്ങൾക്കായി ഇന്ത്യക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ശ്രീലങ്കയ്ക്ക് പഠിക്കാനുള്ള ഒരു പാഠങ്ങളുമായി ഈ ഒരു പരമ്പര അവസാനിക്കുന്നു. എന്താ പറയണത്, ശ്രീലങ്ക ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് പറയാവുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് എനിക്ക് തോന്നിയ ഒരു മത്സരത്തിന്റെ റിവ്യൂ. അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ.